അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ അതീവ നാടകീയമായ ഒരു സൈനിക വേട്ട. റഷ്യൻ പതാകയേന്തിയ ഒരു പടുകൂറ്റൻ എണ്ണക്കപ്പലിനെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ യുദ്ധക്കപ്പലുകൾ വളയുന്നു. മണിക്കൂറുകൾ നീണ്ട പിന്തുടരലിനൊടുവിൽ കപ്പൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. എന്താണ് ഈ കപ്പലിന്റെ രഹസ്യം? റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയാണോ? നോക്കാം. മാരിനേര എന്ന് പേരിട്ട റഷ്യൻ എണ്ണ ടാങ്കറാണ് ഇപ്പോൾ അമേരിക്കൻ കസ്റ്റഡിയിലുള്ളത്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റിയും US സൈന്യവും സംയുക്തമായിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. യഥാർത്ഥത്തിൽ ബെല്ല 1 എന്നറിയപ്പെട്ടിരുന്ന ഈ കപ്പൽ അമേരിക്കൻ ഉപരോധങ്ങൾ മറികടക്കാൻ വേണ്ടിയാണ് പേര് മാറ്റിയത്. വെനസ്വേലയിൽ നിന്ന് നിയമവിരുദ്ധമായി എണ്ണ കടത്തുന്നു എന്ന് ആരോപിച്ച് കഴിഞ്ഞ മാസം മുതൽ US സൈന്യം ഈ കപ്പലിനെ പിന്തുടരുകയായിരുന്നു. ഇത് കൂടാതെ സോഫിയ എന്ന മറ്റൊരു കപ്പലും കരീബിയൻ കടലിൽ വെച്ച് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു. കപ്പലുകൾ പിടിച്ചെടുത്ത കാര്യം അമേരിക്കൻ യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കപ്പലുകൾ അമേരിക്ക ലക്ഷ്യമിടുന്നത്? ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 2024 മുതൽ തന്നെ ബെല്ല 1 എന്ന കപ്പൽ അമേരിക്കയുടെ കരിമ്പട്ടികയിലുണ്ട്. ലബനീസ് സംഘടനയായ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള കമ്പനികൾക്ക് വേണ്ടി എണ്ണ കടത്തി എന്നതാണ് പ്രധാന ആരോപണം. ഇറാനിൽ നിന്ന് വെനസ്വേലയിലേക്ക് ഇന്ധനവുമായി പോവുകയായിരുന്നു ഈ കപ്പൽ. കഴിഞ്ഞ ഡിസംബറിൽ കരീബിയൻ കടലിൽ വെച്ച് ഈ കപ്പൽ പരിശോധിക്കാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും അധികൃതരെ കപ്പൽ കയറാൻ അനുവദിക്കാതെ മാരിനേര കടന്നു കളയുകയായിരുന്നു. ഉപരോധങ്ങൾ ലംഘിച്ച് എണ്ണ വിൽക്കുന്നതിലൂടെ വെനസ്വേലൻ ജനതയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുകയാണെന്നുമാണ് വാഷിംഗ്ടണിന്റെ വാദം. ഈ സൈനിക നീക്കത്തിന് വലിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. വെനസ്വേലൻ തലസ്ഥാനമായിട്ടുള്ള കാരക്കാസിൽ അമേരിക്കൻ സൈന്യം നടത്തിയ അപ്രതീക്ഷിത റെയ്ഡിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയും തടവിലാക്കിയിരുന്നു. ഈ നീക്കത്തിന് പിന്നാലെ വെനസ്വേലയുമായി ബന്ധമുള്ള എല്ലാ ഉപരോധിക്കപ്പെട്ട കപ്പലുകളെയും പിടിച്ചെടുക്കുമെന്ന് ട്രംപ് ഭരണകൂടം അന്ന് തന്നെ വ്യക്തമാക്കിയതുമാണ്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ നിരീക്ഷണ വിമാനങ്ങളും അമേരിക്കൻ സൈനിക വിമാനങ്ങളും ദിവസങ്ങളോളം സ്കോട്ട്ലാൻഡിനും ഐസ്ലാൻഡിനും ഇടയിലുള്ള സമുദ്രഭാഗത്ത് ഈ കപ്പലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉപരോധങ്ങളെയും വെല്ലുവിളിക്കുന്ന ഡാർക്ക് ഫ്ലീറ്റ് അഥവാ റഷ്യയുടെ നിഴൽ കപ്പൽ വ്യൂഹങ്ങൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ നടപടി. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം സമുദ്രങ്ങളിൽ പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെ പറയാം. തങ്ങളുടെ പതാക വഹിച്ച കപ്പൽ പിടിച്ചെടുത്തതിനെതിരെ റഷ്യ ശക്തമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര ഊർജ വിപണിയെയും ആഗോള രാഷ്ട്രീയത്തെയും ഈ സംഭവം എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്: അമേരിക്കയുടെ ഈ കടുത്ത നീക്കത്തിന് റഷ്യ എന്ത് മറുപടിയാകും നൽകുക? കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.